ആദമിന് മകനായ ശേത്തിനോടുണ്ടായിരുന്ന ഏത് ബന്ധമാണോ അതേ ബന്ധം തൻ്റെ മാതാപിതാക്കളോളം വളരാനുള്ള ഒരു സാധ്യതയാണ് ആ കുഞ്ഞിന് വന്നു ചേരുന്നത്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മളതിനെ തിയോളജിയിൽ പറയുന്നത്. ദൈവം മനുഷ്യന് കൈമാറ്റം ചെയ്തു കൊടുത്ത ദൈവത്തിൻ്റെ സ്വഭാവം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സ്വരൂപം ഉണ്ടാക്കരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ദൈവദർശനത്തെക്കുറിച്ചാണ്. ദൈവം ആരാണ്, ദൈവം എങ്ങനെയാണ് മനുഷ്യന് മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്നേഹനിധിയായ, സ്നേഹവാനായ തൃത്വം എന്ന രൂപത്തിൽ വെളിപ്പെട്ട പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം സ്നേഹമാണ് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം തന്നെ ദൈവിക സ്നേഹത്തിൽ നിന്നുള്ളവായതാണ്. ദൈവിക സൃഷ്ടിയിലെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ബൈബിൾ അങ്ങനെയാണ് മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയെ അങ്ങനെയാണ് ബൈബിൾ വീക്ഷിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. എന്താണ് മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഒന്ന്, മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സംഗതി എന്നുള്ളത് ദൈവം മനുഷ്യന് ആരാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യന് ദൈവവുമായിട്ടുള്ള അടിസ്ഥാനപരമായ ബന്ധം എന്താണെന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യന്റെ പിതാവാണ്, സൃഷ്ടിതാവാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കുറെ കൂടെ അർത്ഥവത്തായി തീരുന്ന പദം ദൈവം മനുഷ്യന്റെ അപ്പനാണ്, പിതാവാണെന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവിടെ ദൈവം ആദമിനെ സൃഷ്ടിക്കുന്ന കാര്യം ഒന്നുകൂടി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആദമിനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വായിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആദം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശേത്ത് എന്ന തൻ്റെ മകനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആദം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ശേത്ത് എന്ന മകനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ജനിപ്പിച്ചു എന്ന് പറയുന്ന അതേ വാക്കാണ് മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ആദമിന് തൻ്റെ മകനായ ശേത്തിനോടുണ്ടായിരുന്ന ഏത് ബന്ധമാണോ അതേ ബന്ധം ദൈവത്തിന് ആദമിനോടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദിമ മനുഷ്യനോടുണ്ടായിരുന്നു, മനുഷ്യനോടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അപ്പനാണ്. ദൈവവുമായിട്ടുള്ള ഒരു പിതാവ് മക്കൾ എന്നുള്ളൊരു അഭേദ്യമായ ബന്ധമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഇനി മനുഷ്യന്റെ സൃഷ്ടിയില് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് മനുഷ്യന് വളരാനുള്ള സാധ്യതയാണ്. വളരാനുള്ള സാധ്യത. കാരണം ഏതൊരു കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തൻ്റെ മാതാപിതാക്കളോളം വളരാനുള്ള ഒരു സാധ്യതയാണ് ആ കുഞ്ഞിന് വന്നു ചേരുന്നത്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്ന വാക്കിന് വളരാനുള്ളൊരു സാധ്യത എന്നുള്ളൊരു അർത്ഥവും കൂടെയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ മനുഷ്യർ പാപരഹിതരായിരുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിലും മനുഷ്യർ സമ്പൂർണരായിരുന്നില്ല. അവർ പരിപക്വത പ്രാപിച്ചവരായിരുന്നില്ല, മെച്യൂർ ആയിരുന്നില്ല. വളരാനുള്ള എല്ലാ സാധ്യതയോടും കൂടിയാണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുന്നത്. ദൈവത്തോളം വളരാൻ, കേട്ടോ, ദൈവത്തോളം വളരുക എന്ന് പറഞ്ഞാൽ ദൈവമായി വളരുക എന്നല്ല, ദൈവത്തോളം വളരാൻ. ഏതെല്ലാം അർത്ഥത്തിലാണ് ദൈവത്തോളം വളരാൻ കഴിയുക? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ദൈവം സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കണം. അപ്പോൾ സ്നേഹവും
വിശുദ്ധിയും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഇത്തരത്തിലുള്ള ദൈവിക മൂല്യങ്ങൾ, ദൈവിക സ്വഭാവങ്ങൾ, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മൾ അതിനെ തിയോളജിയിൽ പറയുന്നത്. ദൈവം മനുഷ്യന് കൈമാറ്റം ചെയ്തു കൊടുത്ത ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. ഇതിലൊക്കെ നാം ദൈവത്തോളം വളരാൻ, ദൈവത്തെ പോലെയാകാൻ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മൂന്നാമതായി, മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവത്തെ കാണേണ്ടവർ മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനിലൂടെ ദൈവത്തെ കാണുന്ന, ദൈവത്തിന് പകരക്കാരായി ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കുകയാണ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് ആഴമേറിയ അർത്ഥമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വരൂപമായി, ഞാനല്ലാതെ അന്യദൈവന്മാർ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, യു ഷുഡ് നോട്ട് മേക്ക് എനി ഐഡൽസ്, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സ്വരൂപം ഉണ്ടാക്കരുത്. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ ദൈവത്തെ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ തന്നെ മറ്റു സൃഷ്ടിയിലേക്ക്, മറ്റു മനുഷ്യരിലേക്ക് തൻ്റെ സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട്, സ്നേഹം, നിർവ്യാജ സ്നേഹം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്തോടുള്ള ഒരു അപ്പൻ മക്കൾ എന്ന ബന്ധം, തൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്നുള്ളത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മിലേക്ക് വന്നു ചേർന്നിട്ട് ദൈവത്തോളം വളരാനുള്ള സാധ്യത മനുഷ്യന് കൊടുക്കുകയാണ്. മൂന്നാമതായി, ദൈവത്തെ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കാൻ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി. അടുത്ത വീഡിയോയിൽ നമ്മൾ ദൈവം മനുഷ്യന് കൊടുത്ത മറ്റ് കമാൻഡ്മെന്റ്സ്, കൽപ്പനകളെക്കുറിച്ച്, ദൈവം മനുഷ്യന് കൊടുത്ത ചില നിയമനങ്ങളെക്കുറിച്ച്, നിയോഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി, ദൈവത്തെ പ്രതികരിക്കുന്ന ദൈവത്തിൻ്റെ രാജാക്കന്മാരായിട്ടാണ്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സകല സൃഷ്ടിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട്, അവരുടെ എല്ലാം പ്രാർത്ഥനകളും ആരാധനയും ഒക്കെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുക. ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവിക ഭരണം, ദ കിങ്ഡം ഓഫ് ഗോഡ്,